കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി രൂപീകരിച്ച കിഫ്ബി ഇന്ന് സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് ആക്കം കൂട്ടുന്ന മുഖ്യ ഘടകമാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് നടക്കുന്നത്. മറ്റു മേഖലകളിൽ എന്ന പോലെ വൈദ്യുതി വകുപ്പിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് നല്ലൊരു തുക കിഫ്ബി ഇതിനോടകം ചിലവഴിച്ചു കഴിഞ്ഞു. കേരളത്തിലുടനീളം 14 സബ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി 718.79 കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നത്. ഇതിൽ 12 സബ് സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 9 എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈനുകളുടെ നിർമ്മാണത്തിനായി 1157.72 കോടി രൂപ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 3 എണ്ണത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നു. കാക്കനാട്, പത്തനംതിട്ട എന്നിവിടങ്ങളിലായി 220 kV ലൈനിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. ഇത് പൂർത്തിയാകുന്നതോടെ 1521 ലക്ഷം വൈദ്യുത നഷ്ടം ഒഴിവാക്കാനാകും. കൂടാതെ 250 കോടിയുടെ ലാഭവും പ്രതീക്ഷിക്കുന്നു. KSEB നടത്തിവരുന്ന ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രസരണ ശൃംഖല വിലീകരണ പ്രവൃത്തികൾക്കാണ് ലോൺ എടുത്തിരിക്കുന്നത്. സബ്സ്റ്റേഷൻ 14 എണ്ണം 718.79 കോടി രൂപ. ഇതിൽ 12 സബ്സ്റ്റേഷൻ പൂർത്തീകരിച്ചു, 2 എണ്ണം വരുന്ന മാസങ്ങളിൽ പൂർത്തീകരിക്കും. എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈനുകൾ 9 എണ്ണം 1157.72 കോടി. ഇതിൽ 3 എണ്ണം ജോലികൾ പുരോഗമിക്കുന്നു, ബാക്കിയുള്ളവ പൂർത്തീകരിച്ചു. 31/3/2005 വരുന്നവരെ KSEBL കിഫ്ബി ലോൺ ലഭിച്ചത് 1862.51 കോടി. തിരിച്ചടച്ചത് 362.28 കോടി. 31/3/2005 ബാക്കി നിൽക്കാനുള്ള ലോൺ പലിശ സഹിതം 1903.40 കോടി. പൂർത്തീകരിച്ച സബ്സ്റ്റേഷനുകൾ 470 kV കോട്ടയം 3 ജില്ലകൾക്ക് പ്രയോജനം കിട്ടും. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ. സംസ്ഥാനത്തെ പുനരുപയോഗ ഊർജ്ജ സ്ഥാപിത ശേഷി 1000 മെഗാവാട്ട് കടന്നതിൽ പകുതിയോളം കൂട്ടിച്ചേർത്തത് ഇക്കാലയളവിലാണ്. സൗരോർജ്ജത്തിൽ നിന്ന് 451 മെഗാവാട്ടും ചെറുകിട ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് 38.5 മെഗാവാട്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. വൈദ്യുതി പ്രസരണ മേഖലയിൽ 220 kV സബ്സ്റ്റേഷനുകൾ 6 എണ്ണം ഉൾപ്പെടെ 14 സബ്സ്റ്റേഷനുകൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. വൈദ്യുതി വിതരണ മേഖലയിൽ ഏകദേശം 1535 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വരുമാന പരിധിയിൽ താഴെയുള്ളവർക്ക് ഹരിത ഊർജ്ജ വരുമാന പദ്ധതിയിലൂടെ സൗരോർജ്ജ ഉൽപാദനം സൗജന്യമാക്കി കൊടുത്തു. സ്വന്തം പുരപ്പുറങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാമെന്നതിന് പുറമെ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകിക്കൊണ്ട് അധിക വരുമാനം ആർജിക്കാവുന്നതാണ്.
220 സബ്സ്റ്റേഷനുകൾ മലപ്പുറം ജില്ലയ്ക്ക് മുഴുവൻ ഗുണം കിട്ടും. ചാലക്കുടി തൃശ്ശൂർ ജില്ലയ്ക്ക് മുഴുവൻ കിട്ടും. കോതമംഗലം എറണാകുളം ജില്ലയ്ക്ക് മുഴുവൻ കിട്ടും. ഇടുക്കി ചിത്രപുരം ഇടുക്കിയിൽ മുഴുവൻ കിട്ടും. കുന്നമംഗലം കോഴിക്കോട് ജില്ലയ്ക്ക് കിട്ടും. കല്ലൂർ എറണാകുളം ജില്ല, ആലുവ എറണാകുളം ജില്ല, കുന്നംകുളം തൃശ്ശൂർ ജില്ല, തലശ്ശേരി കണ്ണൂർ ജില്ല, ഏറ്റുമാനൂർ കോട്ടയം ജില്ല, വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ല. ഈ ജില്ലയ്ക്കൊക്കെ ഗുണം കിട്ടുന്നതാണ് ഈ സബ്സ്റ്റേഷനുകൾ. അടുത്ത 3 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നത് കാക്കനാട് പത്തനംതിട്ട 220 kV, ട്രാൻസ്ക്രിപ്റ്റിൽ പൂർത്തീകരിക്കുന്നതോടെ 521 ലക്ഷം വൈദ്യുതി നഷ്ടം കുറയ്ക്കാൻ സാധിക്കും. 250 കോടി രൂപയുടെ ലാഭം പ്രതിവർഷം ഉണ്ടാകുന്നതാണ്. ഇതാണ് കിഫ്ബിയിലുള്ള മൊത്തം ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ. സംസ്ഥാനത്തെ 33,115 അംഗനവാടികൾക്കായി ഊർജ്ജ കാര്യക്ഷമതയ്ക്കായി അംഗൻ ജ്യോതി പദ്ധതിയും നടപ്പിൽ വരുത്താനുള്ളതാണ്. കിഫ്ബിയുടെ കരുത്തിൽ വൈദ്യുതി പ്രതിസന്ധിയെ പുറത്തു നിർത്താനും പവർ കട്ടില്ലാതെ വൈദ്യുതി സുഗമമായി വിതരണം ചെയ്യാനുമായി സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ച കിഫ്ബി വൈദ്യുതി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. പ്ലാൻ ഫണ്ടിന് പുറമെയുള്ള അധിക വിഭവ സമാഹരണത്തിനും അതിലൂന്നിയുള്ള വികസന പ്രവർത്തനത്തിനുമായി കിഫ്ബി നൂതനവും ധീരവുമായ കാൽവയ്പ് നടത്തിയിട്ടുണ്ട്. ഏറ്റെടുക്കുന്ന പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് കിഫ്ബിക്ക്. ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്ന പല പദ്ധതികളും വേഗത്തിലാക്കിയത് കിഫ്ബിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. സംരംഭങ്ങൾ പൂർത്തീകരിക്കുക വഴി സംസ്ഥാനത്തിന്റെ പാഴ്ചെലവ് കുറയ്ക്കുവാനും തന്മൂലം സമ്പദ്ഘടന വികസിപ്പിക്കുന്നതിലും കിഫ്ബിയുടെ ഇടപെടൽ സുവ്യക്തമാണ്. കിഫ്ബിയുടെ പദ്ധതി ഇല്ലെങ്കിൽ നമ്മളൊരു 10 കൊല്ലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിൽ കൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. 10 കൊല്ലത്തിൽ കൂടുതൽ കിഫ്ബി ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു വികസന പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിന് ഇപ്പോൾ RBC കനാലും 860 കോടി റുപ്യയാണ് ടോട്ടലായിട്ട് ഇതിൻ്റെ ചിലവ്. അതിൻ്റെ പണി ഏകദേശമായി പൂർത്തീകരിച്ചു. കുടിവെള്ള പദ്ധതി കിഫ്ബി കൂടെയാണ്. കുടിക്കാൻ വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഒരു സ്ഥലത്താണ് പെരുമാട്ടി പട്ടഞ്ചേരി 4 പഞ്ചായത്തിൽ കിഫ്ബിയിൽ കൂടെയാണ് കുടിവെള്ളം എത്തിച്ചത്. സ്കൂളുകൾ മുഴുവൻ തന്നെ അതിൻ്റെ ലിസ്റ്റുണ്ട്.
സ്കൂളുകളിൻ്റെ അവിടെ ചെയ്ത പ്രവൃത്തികളുടെ ലിസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ കൂടി വിശദീകരിക്കല്ല. $882.97 കോടി റുപ്യ 972 കോടി റുപ്യ സ്കൂളുകളിലേക്ക് തന്നെ കൊടുത്തു. മൊത്തം ചിറ്റൂർ താലൂക്ക് ആസ്പത്രിയിൽ 70 കോടി കൊടുത്തു. അതിൻ്റെ കൂടെ 30 കോടിയും കൂടി വരുന്നുണ്ട്. കുട്ടികളുടെ ആസ്പത്രി ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കിഫ്ബിയിലില്ലെങ്കിൽ നമ്മുടെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കിഫ്ബി വഴി നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആകാൻ പറ്റി അല്ലേ? അഡ്വാൻസ് ആകാൻ പറ്റി. ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം അപ്പം തന്നെ കിട്ടുന്നതല്ലോ. അല്ലെങ്കിൽ കഴിഞ്ഞ് പോകുകയാണല്ലോ. അപ്പോൾ തന്നെ കിട്ടുന്നൊരവസ്ഥ വന്നല്ലോ. അതുകൊണ്ടാണ് കിഫ്ബിയുടെ നേട്ടം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ നേട്ടമായിട്ട് മാറ്റാൻ സാധിച്ചത്. കൃത്യമായി നമുക്ക് ഫണ്ട് വിനിയോഗിക്കാനും അതിനൊക്കെ നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അതുകൂടി ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞാൽ അല്ല, മറ്റ് ബഡ്ജറ്റിൽ പൈസ വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം പിടിക്കും. കിഫ്ബിയിൽ പൈസ അപ്പം തന്നെ നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രയോജനം. Thank you.